എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം. നമ്മുടെ ജൈവകൃഷി ഗ്രൂപ്പായ കൃഷിരത്നം ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലായ കൃഷിരത്നം ചാനലിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോണത് ഈ കമ്പോസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെടി നടാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. അതായത് ഇതിപ്പം ഒരു ബക്കറ്റ് അടിയിൽ സുഷിരയിട്ട് റെഡിയാക്കി വെച്ചിരുന്ന പെയിൻറ്റ് ബക്കറ്റാണ്. ഇതിനകത്തേക്ക് ഞാൻ നടുക്കൊരു പൈപ്പ് വെച്ചു. താഴെ ആ സുഷിരങ്ങളൊക്കെ നമ്മളൊരു ഓട്ട് കഷ്ണം വെച്ച് അടച്ചു വെക്കണം കേട്ടോ, വെള്ളം വാർന്നു പോകാൻ സൗകര്യത്തിന്. എന്നിട്ട് ഞാൻ അതിന് നടുക്കൊരു പൈപ്പ് വെച്ചു. പൈപ്പ് വെച്ചിട്ട് ആ പൈപ്പിന് ചുറ്റും കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാനൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടായിരുന്നാണ്. കരിയില കമ്പോസ്റ്റും അടുക്കള വേസ്റ്റും ഒക്കെ കൂടെ കൂട്ടിയിട്ട് പിന്നെ കോഴിവെള്ളം, ചാണകവും, ആട്ടിൻകാഷ്ടം എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കമ്പോസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ സൈഡ് വഴിയെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഏകദേശം ഒരു മുകൾഭാഗം വരെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങാണ് കേട്ടോ നടാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ എനിക്ക് വിജയിക്കാത്തൊരു സംഭവമാണ് ഉരുളക്കിഴങ്ങ്. അത് നമുക്കൊന്ന് എങ്ങനെ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. ചുറ്റും നമുക്ക് കമ്പോസ്റ്റ് തന്നെ നിറയ്ക്കാം കേട്ടോ. കമ്പോസ്റ്റ് ഇല്ലാത്തവർക്കാണെങ്കിൽ ചാണകപ്പൊടി ചെയ്യാം. എല്ലാവരും വീട്ടിൽ കമ്പോസ്റ്റ് ഉണ്ടാവുമല്ലോ, കാരണം അടുക്കള വേസ്റ്റും ഒക്കെ കമ്പോസ്റ്റ് ആക്കണ ആൾക്കാരാണല്ലോ നമ്മൾ. എല്ലാ വീടുകളിലും തന്നെ ജൈവ കൃഷിയുള്ള അടുക്കളത്തോട്ടമുള്ള എല്ലാവരുടെയും വീട്ടിൽ കമ്പോസ്റ്റ് കാണുമല്ലോ. അപ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് മുകളിൽ വരെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് ഈ പൈപ്പിനകത്തോട്ട് നമുക്ക് മണലിട്ട് കൊടുക്കാം. മണലും കൂടെ കൂടിയതാണ് കേട്ടോ. ഇത് മണൽ ഈ വെള്ളം ഒഴുകി തന്നെ തോട്ടിൽ നിന്ന് ഞാൻ കോരിക്കൊണ്ട് വന്നു കേട്ടോ. ഇത് ഞാൻ നിറച്ചിട്ടുണ്ട്. പൈപ്പ് നിറയെ മണലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈപ്പ് പതുക്കെ പൊക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ പൈപ്പ് പതുക്കെ പൊക്കി കൊടുക്കാം കേട്ടോ. മണ്ണ് താഴേക്ക് പോകണ്ട. ഈ മുകളിലുള്ള മണ്ണ് കോരി കളയാട്ടോ. ഓക്കെ. നമുക്ക് ഈ നടുക്ക് മാത്രമേ മണ്ണുള്ളൂ കേട്ടോ. ബാക്കി സൈഡിൽ മൊത്തം കമ്പോസ്റ്റാണ്. നടുക്ക് മാത്രമേ മണ്ണുള്ളൂ. നമുക്കിതിന് ഈ നടുക്ക് മണ്ണിനകത്തേക്ക്
നമുക്കിപ്പോൾ ഉരുളക്കിഴങ്ങ് മാത്രമല്ല സകല പച്ചക്കറി തൈകളും നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. എല്ലാ പച്ചക്കറി തൈകളും നട്ടു കൊടുക്കാം. ഹലോ, ഇതിൽ മുളയല്ല, ഇത് ഇങ്ങനെ ഇത് മുളപ്പിച്ച ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ. മുളയില ഇങ്ങനെയാണ് വന്നത്. നമ്മളത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ചെറു താത്താം കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. എന്നിട്ടിത് മഴയത്ത് വയ്ക്കരുത് കേട്ടോ. ഇത് ഷെയ്ഡിൽ മഴ നനയാത്ത സ്ഥലത്ത് വേണം വെച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് നട്ടിട്ടുണ്ട്. ഇനി ഇത് റെഡിയായി കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ അടുത്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ടിക്ക് ചെയ്യുക. മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു പരിപാടിയാണ്. മണ്ണ് കുറവുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് കേട്ടോ. ഗ്രോ ബാഗിലാണെങ്കിലും ബക്കറ്റിൽ മാത്രമല്ല, ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, താങ്ക് യു.